നമസ്കാരം. ഡോക്ടർ ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹപൂർവാവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നു കാണപ്പെടുന്ന എന്നാൽ പ്രമേഹമായിട്ടുമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനം. കാരണം ഭാവിയിൽ ഒരു പ്രമേഹ രോഗിയാകുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സമയമുണ്ട് എന്നർത്ഥം. എന്താണ് പ്രീ ഡയബറ്റിസ്? ആർക്കൊക്കെയാണ് ഇതിൻ്റെ സാധ്യത? എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്നെല്ലാം വിശദമായി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കൊപ്പം ഇന്ന് വിദഗ്ധരുടെ ഒരു പാനലുണ്ട്. കോഴിക്കോട് ഡോക്ടർ മോഹൻസ് ഡയബറ്റിസ് സെന്ററിലെ ഡോക്ടർ വീണ സാബു, മലപ്പുറം മെഡിക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹബിലെ ഡോക്ടർ സഫ്ന എസ്, കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ പ്രവീൺ കുമാർ പി എന്നിവരാണ്. 3 ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ പ്രവീൺ സർ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രമേഹത്തിന് തലസ്ഥാനമാണ് കേരളം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള ഒരു നാട് നമ്മുടേതാണെന്നാണ് കേൾക്കുന്നത്. പ്രമേഹം പോലും ആളുകൾ തിരിച്ചറിയാൻ വൈകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഡോക്ടറെ, എത്തരത്തിലാണ് പ്രമേഹത്തിന് മുമ്പൊരു സാഹചര്യമുണ്ട്, പ്രമേഹപൂർവ്വ അവസ്ഥ ഉണ്ട് എന്ന് പോലും ആളുകൾ അറിയുന്നില്ല. എന്താണ് പ്രമേഹപൂർവ്വാവസ്ഥ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ്? പ്രമേഹം ആക്ച്വലി ഇന്ത്യ ഇപ്പോൾ പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ നമ്പർ 1 എന്ന് പറയാം. ചൈനയെ മറികടന്നു നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ. അതിൽ തന്നെ കേരളം, പഞ്ചാബ് കഴിഞ്ഞാൽ കേരളം ആണ് നെക്സ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഡയബറ്റീസ്. അറൗണ്ട് ഒരു 12% ഓഫ് ആൾക്കാർ ഡയബറ്റിക് ആണ്. അത്ര തന്നെ ആൾക്കാർ പ്രീ ഡയബറ്റിക്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് പ്രീ ഡയബറ്റിക് എന്ന സ്റ്റേജ് നമ്മൾ അറിയാത്ത ഡയബറ്റീസ് എത്രയോ ഉണ്ട്. ഈ 12% ആൾക്കാർ ഡയബറ്റിക് ആണെങ്കിലും അത്ര തന്നെ ആൾക്കാർ പ്രീ ഡയബറ്റിക് ആയിട്ടുണ്ട്. അവർക്ക് അറിയില്ല അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്, അവർ പ്രമേഹത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ആക്ട് ചെയ്യേണ്ടത്. അതായത് പ്രീ ഡയബറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ 100-ൽ താഴെ ഉള്ളതാണ് നോർമൽ. ബിറ്റ്വീൻ 100 and 126 ആണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. അതായത് ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്നാണ് ഇതിന് പറയുക. ഇത് മാത്രം ഉണ്ടായാൽ തന്നെയും അത് പ്രീ ഡയബറ്റിക് സ്റ്റേജാണ്. പിന്നെ ആഫ്റ്റർ ഫുഡ് ഓർ റാൻഡം ഷുഗർ ലെവല് 140 വരെയാണ് നോർമൽ. 140 മുതൽ 200 വരെയുള്ള ആ സ്റ്റേജ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതൊക്കെ പ്രീ ഡയബറ്റിക് സ്റ്റേജാണ്. ഈ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ലക്ഷണവും കാണില്ല. ഇത് നമ്മൾ കണ്ടെത്താം. അതായത് നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ, നമ്മൾ വളരെ സെഡൻഡറി ആയിട്ടുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, പക്ഷേ എക്സസൈസ് ഒന്നുമില്ല, വളരെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ പലഹാരങ്ങൾ എല്ലാം കഴിക്കുക, കൺട്രോൾ ഇല്ലാതെ ഡയറ്റ് ആക്ട്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഇത് പ്രീ ഡയബറ്റിക് വളരെ ഏർലി, ബിഫോർ 10-15 ഇയേഴ്സ് ഏർലി ആയിട്ട് തന്നെ വരുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ചും ഈ കൊക്കക്കോള പോലെയുള്ള മാരകമായ പ്രശ്നങ്ങളുള്ള, ഷുഗർ കൂടുതലുള്ള ഈ കോളകൾ ഒക്കെ അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് 15 വയസ്സിൽ താഴെയുള്ള അമിതവണ്ണമുള്ള ഡയബറ്റിക് കുട്ടികളാണ് അവർ. പക്ഷെ അവർ ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. കുട്ടികളിലുള്ള പ്രമേഹമല്ല, അല്ലാത്ത പ്രമേഹം. അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ബോധവൽക്കരണം അവർക്ക് ഏർലി ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് HbA1c 5.7 താഴെയാണ് നോർമൽ. ബിറ്റ്വീൻ 5.7 to 6.5 പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആയി. എബോവ് 6.5 ഈസ് ഡയബറ്റിക്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബോധവൽക്കരണത്തിലൂടെ കണ്ടെത്തി എല്ലാവരും 30 വയസ്സിന് മുകളിലുള്ള എല്ലാ ആൾക്കാരും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഒരു 6 മാസം മുതൽ 1 കൊല്ലത്തിനുള്ളിൽ ചെയ്ത് 1 കൊല്ലത്തിന് ഇടവേളകളിൽ ചെയ്തിരിക്കണം എന്നാണ് ശരിക്കും. കാരണം നമ്മളെല്ലാവരും പ്രമേഹം വരാൻ സാധ്യതയുള്ള സ്ഥലത്തുള്ള. വ്യക്തമാണ് സർ. ഡോക്ടർ വീണ, പ്രമേഹം പോലും തിരിച്ചറിയുന്നത് ആളുകൾ ഒരുപാട് വൈകിട്ടാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ ആളുകളിൽ അല്ലെങ്കിൽ യുവാക്കളിൽ ഒന്നും പ്രമേഹം ആരും പ്രതീക്ഷിക്കില്ല. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ, കുടുംബത്തിൽ ഇത്തരത്തിൽ പാരമ്പര്യമുള്ള ആളുകളാണോ, അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ള ആളുകളാണോ ഇത് നേരത്തെ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പം ഫാമിലിയിൽ തന്നെ പേരൻസിന് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഇപ്പോൾ ഒരു ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റുള്ളവർക്കും വരാനുള്ള, മക്കൾക്കും വരാനുള്ള ഒരു സാധ്യതയുണ്ട്.
അപ്പം ആ ഒരു സാധ്യത അവിടെ ഇരിക്കെ തന്നെ ഇതിനെ പ്രീ ഡയബറ്റീസിൽ നിന്ന് ഡയബറ്റീസിലേക്ക് തള്ളിവിടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എടുക്കുകയാണെങ്കിൽ വ്യായാമം ഇല്ലാണ്ടിരിക്കുക, ഭക്ഷണത്തിൻ്റെ ഇതിൽ കാർബിൻ്റെ ഇൻടേക്ക് നന്നായിട്ട് കൂടുതലിരിക്കുക, പ്രോട്ടീൻ ഇൻടേക്ക് കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറക്കം ഇല്ലാതിരിക്കുന്നത്, സ്ട്രെസ്സ്, ആ ഒരു നമ്മുടെ ആ നൈറ്റ് ഷിഫ്റ്റിലുള്ള വർക്ക്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മാറിയിട്ടുള്ള പല എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലൈസീമിക് സ്റ്റേജിൽ നിന്നും നമ്മളെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്കും അവിടുന്ന് ഡയബറ്റിക് സ്റ്റേജിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലുള്ള ആൾക്കാർ, അതായത് അമിതവണ്ണം ഉണ്ടാകുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സിനകത്തൊക്കെയും ഈ പറഞ്ഞിട്ടുള്ള ഡിസോർഡേഴ്സായിട്ട് അധികം ഒരു ചിട്ടയോട് കൂടി അല്ലാതെ പോകുന്ന ആൾക്കാർ ഇയർലി എങ്കിലും ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും നമ്മൾ പറയും ഡയബറ്റീസിന് നല്ല ഉണ്ടാകുന്ന ആൾക്കാർക്ക് വണ്ണം കുറയുന്നു, ക്ഷീണം വരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് മിക്കപ്പോഴും പോയി നോക്കുന്നത്. അതല്ലെങ്കിൽ വേറെ ഒരു ഒരു റുട്ടീനായിട്ട് നമ്മൾ ബൈ ചാൻസ് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ഷുഗർ കൂടി എന്നുള്ളത് കണ്ടു. അപ്പം ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ പ്രീ ഡയബറ്റീസ് എന്നതിൽ നിന്ന് മാറിയിട്ട് ഡയബറ്റിക് സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം അവിടുന്ന് പിടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ അന്നേരം തന്നെ ആ എന്താണോ ലൈഫ് സ്റ്റൈൽ ഒരു മാറ്റം വരുത്തേണ്ടത് അത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഏർലി ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ കുട്ടികളിലാണെങ്കിലും യങ് അഡൾട്ട്സിലാണെങ്കിലും അതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഡോക്ടർ സഫ്ന, പ്രീ ഡയബറ്റിക് സ്റ്റേജിലാകുന്ന സമയത്ത് ഒരു രോഗിക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ പ്രമേഹ രോഗിയാകാതെ മാറാൻ എത്രത്തോളം സാധ്യതയുണ്ട്? എന്താണ് അതിന് ചെയ്യേണ്ടത്? ഈ പ്രീ ഡയബറ്റീസ് അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സ് നോർമലിനേക്കാളും കൂടി നിൽക്കുന്നു, എന്നാൽ നമ്മൾ ഡയബറ്റീസ് അല്ല. ഈ ഒരു അവസ്ഥ നമ്മൾ ഏർലി തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. നമ്മളെ ഡയറ്റ് മോഡിഫിക്കേഷൻ കൊണ്ടും നമ്മൾ എക്സസൈസ് കൊണ്ടും പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ പ്രീ ഡയബറ്റീസ്. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ വ്യായാമക്കുറവും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും പിന്നെ നമ്മൾ അമിതമായ സ്ട്രെസ്സും മാഡം പറഞ്ഞതുപോലെ ഇതെല്ലാം ഫാമിലീസ് ഓഫ് ഡയബറ്റീസ് ഉള്ളവരൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ഡയബറ്റീസ് ആണോ, അതായത് നമ്മൾ ബ്ലഡ് ഷുഗേഴ്സ് മാത്രമല്ലാതെ നമ്മൾ ബാക്കി ചെക്കപ്പുകൾ ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗറും നമ്മൾ 3 മാസത്തെ ആവറേജ് ടെസ്റ്റും ഒക്കെ എടുത്തിട്ട് നമ്മൾ ബ്ലഡ് ഷുഗേഴ്സിന്റെ അളവ് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. വ്യക്തമാണ്. ഡോക്ടർ പ്രവീൺ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലാണ് എന്നതുകൊണ്ട് ഓക്കെ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമില്ല, മറ്റ് പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് കരുതുന്നത് ശരിയാണോ? എത്തരത്തിലാണ് നമുക്കൊരു പ്രീ ഡയബറ്റിക്സ് സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം നോക്കിയാൽ മതിയോ? പോരാ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം നോക്കിയാൽ പോരാ എന്ത് തന്നെയായാലും. കാരണം നമ്മുടെ പ്രത്യേകിച്ചും കേരളീയർ ഭയങ്കര കാർബോഹൈഡ്രേറ്റ് ഈറ്റേഴ്സാണ്. അരിയാണ്, ശരിക്കും അരി ഗോതമ്പ്, ഇത് രണ്ടുമാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരിക്കും ആഫ്റ്റർ ഫുഡ് ഷുഗർ ലെവല് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു 1 hour ഞാൻ എൻ്റെ തന്നെ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. 30 minutes, ഒരു 45 minutes to 50 minutes ഏറ്റവും പീക്കാണ്. എല്ലാവരും നമ്മൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറയുമെങ്കിൽ 1 hourലാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ പീക്ക് കാണാം. ഒരു 200 to 10 ഒക്കെ പോകുന്നുണ്ട്. ഈവൻ ഞാൻ ഡയബറ്റിക് അല്ല, എൻ്റെ HbA1c 5.6 ആണ്, എന്നിട്ട് പോലും എനിക്ക് 200 to 10 വരെയൊക്കെ ആഫ്റ്റർ 1 hour പോകുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മൾ വെറും ഫാസ്റ്റിംഗ് ഷുഗർ മാത്രം നോക്കിയാൽ പോരാ, ആഫ്റ്റർ ഫുഡ് ഷുഗർ ലെവലും പിന്നെ HbA1c നോക്കണം. HbA1c 5.7 താഴെയാണ് നോർമൽ. നേരത്തെ 6 ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ഇപ്പോൾ 5.7 താഴെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ വർക്കിംഗ് കുറഞ്ഞു പോവുക. നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ്റെ വർക്കിംഗ് കുറഞ്ഞു പോകും. നമ്മൾ ഒബീസ് ആയിരിക്കുമ്പോൾ, ഓവർ വെയിറ്റ് ആയിരിക്കുന്ന ആൾക്കാർ, എക്സസൈസ് ഇല്ലായ്മ, അതുപോലെ സെൻട്രൽ ഒബീസിറ്റി, മിക്ക ആൾക്കാരിലും വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു പോയി, ഇതൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആക്ച്വലി ആക്ട് ചെയ്യുന്നത് ഈ ആഫ്റ്റർ ഫുഡ് ഷുഗർ ലെവലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാം നോക്കണം. ഫാസ്റ്റിംഗ് ഷുഗർ,
ആഫ്റ്റർ ഫുഡ് ഷുഗർ 1 hour നല്ല കാർബോഹൈഡ്രേറ്റ്സ് 1.5 hours നോക്കും. 2 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫാറ്റി മീൽ കൂടുതലാണെങ്കിൽ 2 hours. അത് യൂഷ്വലി AD അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ് 2 hours. പക്ഷേ ഞാൻ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയും 1 hour 1.5 hours നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാരിലാണ്. പെട്ടെന്ന് കൂടുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂറിലാണ്. അപ്പോൾ അത് നോക്കണം. HbA1c ചെക്ക് ചെയ്യണം. വെറും ഫാസ്റ്റിംഗ് മാത്രം നോക്കിയതുകൊണ്ട് കാര്യമാവില്ല. വ്യക്തമാണ് ഡോക്ടർ വീണ. ഇപ്പോൾ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രമേഹത്തിലേക്ക് നമുക്ക് കുറച്ചധികം ദൂരമുണ്ട് രോഗിയായി മാറുന്നതിൽ. പക്ഷേ ഡോക്ടറെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള എക്സസൈസോ ഭക്ഷണ ക്രമീകരണമോ ഒന്നും നടത്തുന്നില്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക? അത് തന്നെയാണ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ സമയത്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമം, ഭക്ഷണ ക്രമീകരണം, സ്ട്രെസ്സ് കുറയ്ക്കുക, ഉറക്കം ശരിയാക്കുക എന്നിങ്ങനെയുള്ള ഫാക്ടേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും, ശരീരം ആവശ്യത്തിനുള്ള ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഇൻസുലിൻ മര്യാദയ്ക്ക് ശരീരത്തിലെ സെൽസിൻ്റെ അടുത്ത് ആക്ട് ചെയ്യാതിരിക്കും. ഇതിനെയാണ് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം നമ്മൾ പോലും അറിയാണ്ട് ഇത്തരം ഇൻസുലിൻ സ്പൈക്സ് ശരീരത്തിൽ ഉണ്ടാവും. കാലങ്ങളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് ഫൈനലി ഈ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് സ്റ്റേജിലുള്ള, അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഈ പേഷ്യൻറ്റ് പതിയെ ഡയബറ്റിക് സ്റ്റേജിലേക്ക് മാറും. അതുകൊണ്ട് നമുക്കത് അവിടെ കൊണ്ട് തന്നെ പ്രീ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്ന ഫാക്ടേഴ്സ്, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ആ സെൻട്രൽ ഒബീസിറ്റി, നമ്മൾക്ക് മിക്കവരും നോക്കുകയാണെങ്കിൽ, മലയാളികൾ പൊതുവെ നോക്കുകയാണെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവർ തന്നെയാണ്. നമ്മളുടെ ആ ഒരു ഒബീസിറ്റി എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് നമ്മൾ BMI നോക്കുകയാണെങ്കിൽ പലരും 25-ൻ്റെ താഴെയുള്ളവരായിരിക്കും. പക്ഷേ അവരുടെ ഈ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സെൻട്രൽ ഒബീസിറ്റി അത്യാവശ്യം നന്നായിട്ടുള്ളവരായിരിക്കും. അതായത് കൈയും കാലും ഒക്കെ മെലിഞ്ഞിരിക്കും, പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള അരയില വണ്ണം കൂടുതലായിരിക്കും. അപ്പം അരയില വണ്ണം കൂടുതലായിരിക്കും, അതായത് ഈ സെൻട്രൽ ഒബീസിറ്റി കൂടുതൽ ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ വീണ്ടും കൂട്ടാനായിട്ട് കാരണമാകും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതി, ഉറക്കമില്ലായ്മ, ഈ കാര്യങ്ങളും കൂടി ആകുമ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്നുകൂടെ കൂടും. വ്യക്തമാണ്. ഡോക്ടർ സഫ്ന, നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ എന്നും ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കോ കുട്ടികൾക്കോ ഇപ്പോൾ എന്തെങ്കിലും ക്ഷീണം കൂടുതലോ അല്ലെങ്കിൽ ദാഹം തോന്നുന്നതോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രീ ഡയബറ്റീസിന് ഉണ്ടാവുമോ? പ്രീ ഡയബറ്റീസ് എന്ന് വെച്ചാൽ ഇനിഷ്യലി നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും ഇതിന്റെ ഏർലി സ്റ്റേജസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് അമിതമായ വിശപ്പുണ്ടാവാം. പിന്നെ ഈ മധുരമുള്ള ഭക്ഷണങ്ങളോട് അമിതമായ ആസക്തി വരാം. ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടാവാം. പിന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയാം, ദാഹം കൂടുതലായിട്ട് അനുഭവപ്പെടാം. പിന്നെ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എനർജി ലോസ് ചെയ്യുന്ന പോലെ തോന്നാം. അതായത് എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് പോലെ തോന്നാം. പിന്നെ നമുക്കൊരു നേരത്തെ മാഡം സാറ് പറഞ്ഞതുപോലെ അബ്ഡോമിനൽ ഒബീസിറ്റി, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കാണുന്ന ഒരു സിംറ്റമാണ്. അതായത് നമ്മുടെ വയറിന് ചുറ്റും, അരയ്ക്ക് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുക. ഇതൊക്കെ നമുക്ക് ഏർലി ആയിട്ട് പ്രീ ഡയബറ്റീസിൽ തന്നെ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് പ്രീ ഡയബറ്റിസ് സ്റ്റേജ് ഡയഗ്നോസ് ചെയ്യാനും അത് നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാനും പറ്റും. ഡോക്ടർ പ്രവീൺ, ഇപ്പോൾ മറ്റ് ശരീരത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം കൃത്യമായ ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് മേടിക്കുന്ന നമ്മൾ കൊണ്ടു നടക്കുന്ന മാനസിക സമ്മർദ്ദം നമുക്ക് തരുന്ന എത്തരത്തിലുള്ള ആഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേക ധാരണയൊന്നും ഉണ്ടാവില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ പ്രമേഹവുമാണ്. ഡോക്ടർ, അപ്പോൾ സ്ട്രെസ് എത്രത്തോളമാണ് പ്രീ ഡയബറ്റിസ് ഉണ്ടാക്കാനും പിന്നീട് ഡയബറ്റിക് ആക്കാനും ഒക്കെ കാരണമാകുന്നത്? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവോയ്ഡ് സ്ട്രെസ്. പക്ഷേ വർക്ക് സ്ട്രെസ് എല്ലാ ആൾക്കാരിലും ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങിൽ കൂടെയോ നമ്മൾ കൃത്യമായ ഉറക്കം, സമയത്തിനുള്ള ഉറക്കം, ചിലപ്പോൾ ഉറക്കമില്ലായ്മയായിരിക്കും,
ഉറക്കമില്ലായ്മ തന്നെ ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. അത് ഫാസ്റ്റിംഗ് ഷുഗർ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണാം ഫാസ്റ്റിംഗ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ഫാസ്റ്റിംഗ് ഷുഗർ ഭയങ്കര ഹൈ ആയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അവർക്ക് സ്ഥലം മാറ്റം കൊണ്ടുവരും. ഈ ഉറക്കമില്ലായ്മ തന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ 100 ഉള്ള ഫാസ്റ്റിംഗ് ചിലപ്പോൾ ഒരു 130 ആക്കി വെക്കും. അത്രയും വ്യത്യാസമുണ്ട് നമ്മുടെ ഹോർമോണിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസും അതുവഴി പ്രമേഹം വരാനുള്ള സാധ്യത. അപ്പോൾ എല്ലാ ആൾക്കാരിലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൃത്യമായ ഉറക്കം, നമ്മുടെ സ്ട്രെസ്സിനെ എങ്ങനെ കുറക്കാം. ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് എപ്പോഴും അത് സ്വന്തമായിട്ട് സാധിക്കണമെന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും നമ്മുടെ സ്ട്രെസ്സ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കുറക്കാൻ കഴിയും. ഡോക്ടർ വീണ, ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചത് നമുക്ക് മനസ്സിലാകുന്നത് ഉറക്കം കുറയുന്നത് തന്നെ ശരീരത്തിന് ഒരു വലിയ സ്ട്രെസ്സാണ്. ഉറക്കവും പ്രമേഹവും തമ്മിലുള്ളൊരു കണക്ഷൻ അത് ഒന്നും കൂടി വിശദമാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു സർക്കേഡിയൻ റിതം ഉണ്ട്. അതായത് നമ്മൾ ഇത്ര സമയമാകുമ്പോഴേക്കും അത് കിടക്കണം, എപ്പോൾ എഴുന്നേക്കണം എന്നൊക്കെ പറയുന്ന ഒരു ക്ലോക്ക് നമ്മുടെ തന്നെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഇതിനനുസരിച്ചിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത്. ചിലർക്ക് പറ്റുമായിരിക്കും രാത്രി ഒരു 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ് തന്നെയാണെങ്കിലും അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മളുടെ ആ ഒരു സർക്കേഡിയൻ റിതം അവിടെ തെറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അത് തന്നെ നമുക്ക് ക്ഷീണമായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും, പക്ഷെ ശരീരത്തിന് അതൊരു സ്ട്രെസ്സായിട്ട് തന്നെ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. നേരത്തെ സാറ് പറഞ്ഞു നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഹോർമോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേ ആ ഒരു സ്ട്രെസ്സിൽ ഉണ്ടാകുന്ന ശരീരം അനുഭവിക്കുന്ന അതേ സ്ട്രെസ്സ് തന്നെ ഈ പറഞ്ഞ ഉറക്കക്കുറവ് അല്ലെ ഉറക്കത്തിൻ്റെ സമയം തെറ്റുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പം ചില സ്ട്രെസ് ഹോർമോൺസ് ലൈക്ക് നമ്മളുടെ ആ ഒരു കോർട്ടിസോളിൻ്റെ ലെവലും കാര്യങ്ങളും ഒക്കെ ഈ ഉറക്കത്തിൻ്റെ ഫ്ലക്ച്വേഷൻസ് ടൈമിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് വരുമ്പം ഇത്തരം കാര്യങ്ങളിലും ചില ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. തുടക്കത്തിലൊന്നും നമുക്കത് അത്രയ്ക്ക് അറിഞ്ഞു എന്ന് വരത്തില്ല, പക്ഷേ പിന്നീട് അത് കമ്പൈൻഡ് വിത്ത് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഷുഗറിൻ്റെ ലെവലിനെ, ഗ്ലൂക്കോസിൻ്റെ ആ ഒരു മെറ്റബോളിസം, അതിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡോക്ടർ സഫ്ന, ഇപ്പോൾ ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് പ്രമേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് നമ്മൾ ആദ്യം കരുതുന്നത്. ഡോക്ടറെ, ഈ ചായയിൽ പഞ്ചസാര മാറ്റിയാലും ചോറിൻ്റെ അളവ് കുറച്ചാലും ഒക്കെ പിന്നീട് നടത്തുന്ന ടെസ്റ്റിലും ഷുഗർ ലെവലൊന്നും വലിയ ഇതിൽ കുറയുന്നതും കാണുന്നില്ല. അപ്പോൾ ഡോക്ടറെ, എപ്പോഴാണ് നമ്മൾ മരുന്ന് തുടങ്ങേണ്ടത്? പൊതുവേ നമുക്ക് മരുന്ന് കഴിക്കാൻ മടിയാണ്. മരുന്ന് എത്രത്തോളം ആവശ്യമാണ്? ഏത് സ്റ്റേജ് മുതലാണ് മരുന്ന് കൊടുക്കേണ്ടത്? ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 140 മുകളിൽ വരികയും 200 താഴെ വരികയും ചെയ്യുന്ന അവസ്ഥ. ആ സമയത്ത് നമ്മൾ ഡയബറ്റീസ് അല്ല, പക്ഷെ നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്, അതായത് ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ഈ സമയത്ത് നമുക്ക് ഭക്ഷണം, ഇപ്പോൾ പേഷ്യൻസ് നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മളടുത്ത് വരുന്നതെങ്കിൽ നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ച് 1 മാസം നോക്കാം എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അതായത് ചായയിൽ പഞ്ചസാര മാത്രം കുറച്ചുകൊണ്ട് ഷുഗർ കുറയില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും അളവ് കുറയ്ക്കുക. പിന്നെ നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ പഞ്ചസാര കുറയ്ക്കുക. പിന്നെ പോർഷൻ സൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, എപ്പോഴും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ കുറയ്ക്കുക. പിന്നെ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഈ ഒരു ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് ആദ്യം വരികയാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് 200 മുകളിലാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗേഴ്സ് എങ്കിൽ അവർക്ക് നമ്മൾ അതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് കഴിഞ്ഞു, ഡയബറ്റിക് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് നമുക്ക് മെഡിസിൻസ് അഡ്വൈസ് ചെയ്യാം. മെഡിസിൻസ് കൊണ്ട് മാത്രം ബ്ലഡ് ഷുഗേഴ്സ് കൺട്രോൾ ആവില്ല. അവിടെയും ഈ ഡയറ്റും എക്സസൈസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ പ്രവീൺ സർ, ഇപ്പോൾ ഡോക്ടർ സഫ്ന സൂചിപ്പിച്ച പോലെ നമ്മൾ കാർബ്സ് അടങ്ങിയ ചോറിൻ്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ എണ്ണം കൂടുതൽ, ഇഡ്ഡലിൻ്റെയും ദോശൻ്റെയും ഒക്കെ എണ്ണം പുട്ടായാലും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. ഫുഡ് പ്ലേറ്റിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ളൊരു കാര്യം പ്രോട്ടീൻ്റെ അളവാണ്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഫുഡ് ബാലൻസ് ചെയ്യേണ്ടത്? കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഫീഡ് ചെയ്ത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളിത് തുടങ്ങുന്നത്. പുറത്തുള്ള ഭക്ഷണം മാത്രമല്ല, വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ നമുക്ക് ഈ വിശപ്പ്, നമ്മൾ തുടക്കം മുതൽ ഇത്രയും കഴിച്ചതുകൊണ്ട് നമുക്ക് അത്രയും കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വിശപ്പ് മാറുള്ളൂ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് അതിന് ഒരു ചേഞ്ച് വരുത്താം. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് കൂടുതൽ ഫൈബർ റിച്ച്, അതായത് നാരുകൾ അടങ്ങിയ, പിന്നെ പ്രോട്ടീൻ കൂടുതൽ
ചീപ്പ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എഗ്ഗ് കഴിക്കുന്നവർക്ക് എഗ്ഗ് ഇസ് ചീപ്പ് പ്രോട്ടീൻ. പിന്നെ പൾസസ്, അതായത് പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക. അപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, പിന്നെ ഈ ബീൻസ്, കൊത്തവര, ഇങ്ങനെയൊക്കെയുള്ള നാരുകൾ കൂടുതൽ പദാർത്ഥങ്ങൾ, ഇലക്കറികൾ, അതൊക്കെ കൂടുതൽ. നമ്മുടെ ഒരു പ്ലേറ്റിന്റെ 1/4 മാത്രമേ ചോറ് എടുക്കാവുള്ളൂ. ബാക്കി 3/4 നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു 1/4 ഹാഫോളം നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് എടുത്ത് കഴിക്കണം. ബാക്കി 1/4 നമുക്ക് പ്രോട്ടീൻ, ഫിഷ് കഴിക്കാം, എഗ്ഗ് കഴിക്കാം, അതുപോലെ ചിക്കൻ കഴിക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രോട്ടീൻ കുറച്ച് കൂടുതലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ പ്രോട്ടീൻ കൂടുതലുള്ളതാണ്. ഇതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഫൈബർ കൂടുതലുള്ളത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പില്ല. നമ്മുടെ ആ വിശപ്പാണ് നമ്മളെ പിന്നെയും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കും. അതുപോലെ ഫ്രൂട്ട്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് അധികം പഞ്ചസാരയുള്ള കൂടുതൽ ഏത്തപ്പഴം, ഡേറ്റ്സ്, ചിക്കു, ചക്കപ്പഴം, മാമ്പഴം, ഇതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷുഗർ കൂടുതൽ. അപ്പോൾ അതിന് പകരം നമുക്ക് ഏറ്റവും നല്ല പഴങ്ങളായ പേരക്ക, പിന്നെ ഗ്രീൻ ആപ്പിൾ, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷെ നമുക്ക് സാധാരണ പഴങ്ങൾ, ഈ റോബസ്റ്റ പഴം, ഇതൊക്കെ 1-2 ആണ്. പഴങ്ങളൊക്കെ നമുക്കൊന്ന് റെസ്ട്രിക്ട് ചെയ്യണം. ഒരുപാട് നമ്മൾ കഴിക്കുമ്പോൾ ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കാം. ഡോക്ടർ വീണ, നമുക്ക് ഏതാണ് സമയം അവസാനിക്കുകയാണ്. ഭക്ഷണത്തിൽ വരുത്തേണ്ട കൺട്രോൾ ഇല്ലാതെ പോകുന്നത് പോലെ തന്നെ പ്രധാനമാണ് ചില ആളുകൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ സമയത്ത് കഴിക്കാൻ പറ്റാതെ പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാതെ പോകുന്നത്. അത്തരം ആളുകളും പ്രമേഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. തുടക്കത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പേഷ്യൻസ് വന്ന് പറയുകയും ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് എൻ്റെ ഷുഗർ നന്നായി കുറഞ്ഞു, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മേ ബി 1 മാസം 2 മാസം മാക്സിമം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അത്ര ശീലം ഇല്ലാത്തതിനെ കൊണ്ടും മറ്റും പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഒരു ഇത് കണ്ട് ഓക്കെ ആ ഒരു കൺട്രോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഒരു ബിഞ്ച് ഈറ്റിങ്ങിലേക്ക് വന്ന് വീണ്ടും നമ്മൾ ആ പഴയ ട്രാക്കിലേക്ക് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിനെ ടോർച്ചർ ചെയ്ത് ഈ കഴിക്കാണ്ടിരിക്കുന്നത്, സ്കിപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ചുകൂടെ ഷുഗർ ക്രേവിങ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാനുള്ള ചാൻസ് ഉള്ളതിനെ കൊണ്ടും കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ആ ഒരു ഡെയിലി ലൈഫിനോട് ചേർന്ന് പോകുന്ന വിധത്തിലുള്ള ഒരു നല്ല ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ലോങ് ടേം കൺട്രോളിന് നന്നായിട്ടുണ്ടാവുക. വ്യക്തമാണ് മാം. ഡോക്ടർ സഫ്ന, നമ്മൾ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് പ്രേക്ഷകർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ അല്പം കരുതലും കൃത്യമായ എക്സസൈസും ചിട്ടയായ ഭക്ഷണവും ഒക്കെ ഉണ്ടെങ്കിൽ പ്രീ ഡയബറ്റീസ് ആയ ആളുകൾക്ക് പ്രമേഹ രോഗി ആകാതെ തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് അല്ലേ മാം? അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അതായത് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുക, നമ്മളെ ഡയറ്റ് നന്നായിട്ട് മോഡിഫൈ ചെയ്യുക, നമ്മളെ സ്ട്രെസ് കുറയ്ക്കുക, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ നമ്മൾ യൂഷ്വലി ഒരു 30 വയസ്സിന് മുകളിലാണ് നമ്മൾ ഡയബറ്റീസ് ആണോ അല്ലയോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് PCOD ഉണ്ട്, നമുക്ക് വേസ്റ്റ് സർക്കംഫറൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ എത്തിയോ എന്നുള്ള ബ്ലഡ് റിസൾട്ട്സ് നമ്മൾ നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഷുഗറിന്റെ ഡയബറ്റീസ് ആകുന്നത് വരെ കാത്തിരിക്കരുത്. അതിന്റെ സിംറ്റംസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലോട് മുന്നോട്ട് പോകേണ്ടി വരും. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു 3 ഡോക്ടർമാർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്.